நம்ம வந்து நான் ஒன்று வச்சு ஒரு ஆட் ஃபிலிம் ஷூட் பண்ணுறேன் பெரிய லெவலில் அப்படின்னு. கோயம்புத்தூரில் தான். சரி நான் போனேன் கோயம்புத்தூருக்கு, திரும்ப நம்ம ஊர் தானே. கோயம்புத்தூருக்கு போனேன். அந்த எனக்கு அவர் யாரும் தெரியாது, பட் அவர் மூலமாக எனக்கு ஒன்று நடக்க போகுதுன்ற ஒரே ஒரு தாட் தான். அங்கே அவரோட வேலை 1-2 இருந்தது. நான் அவர் கூட போய் சப்போர்ட் பண்ணி பண்ணேன். போயிட்டு அதுக்கப்புறம் வி வென்ட் டு தி ஹோட்டல் ரூம். நான் இது வரைக்கும் யார்கிட்டையும் சொன்னதில்லை. இதை சொல்லாதனால எனக்கு ரிக்ரெட் இருந்திருக்கு. சொல்லியிருக்கலான்னு தான் தோணும். பட் ஸ்டில் ஐ டெல் யூ. போகலாம் அப்படின்ட்டு போனோம். அண்ட் அவர் லாக் பண்ணிட்டு என் சட்டையெல்லாம் கிழிக்க ஆரம்பிச்சிட்டார். உங்களுக்கு പുരിയത് என்ன നടന്നിരിക്കുന്നു നിങ്ങൾക്ക് ഓർമ്മ? സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഇടയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫോൾസ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. അബ്യൂസ് എന്നുള്ളത് പെൺകുട്ടികൾ മാത്രം നേരിടാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് ആണ് മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും സംസാരിക്കുന്നത്. ഇപ്പോൾ ചൈൽഡ് പോക്സോ കേസുകളിൽ ആൺകുട്ടികളെ പെൺകുട്ടികൾ എന്നല്ല സ്ത്രീകൾ സെക്ഷലി അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്തൊരു ഭാഗ്യമാണ്, എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ, നമുക്കും ഉണ്ടായിരുന്ന കുറേ ടീച്ചേഴ്സ് അവരൊന്നും നമ്മളിങ്ങനെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ പേര് കമൻസ് ഇടും. അബ്യൂസ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളായാലും പെണ്ണുങ്ങൾ വഴിയും ആണുങ്ങൾ വഴിയും ഉണ്ടായി കഴിഞ്ഞാലും സെക്ഷൽ അബ്യൂസ് ഒരിക്കലും ആസ്വദിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ കൺസെന്റോടുകൂടി ടച്ച് ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പുരുഷനെയും കൺസെന്റോടുകൂടി അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. മെറൈറ്റൽ റേപ്പ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഇടയിലും പുരുഷന്മാരുടെ ഇടയിലും, അതായത് സമ്മതമില്ലാതെ എൻ്റെ ശരീരത്തിൽ തുടരുത് എന്നൊരു പെൺകുട്ടി പറയണത് പോലെ തന്നെയാണ് ഒരു പുരുഷനും പറയുന്നത്. സെക്ഷൽ അബ്യൂസ് അനുഭവപ്പെട്ടിട്ട് അത് പുറത്തു പറയാൻ പറ്റാതെ സഫർ ചെയ്യുന്ന ഒരുപാട് ആണുങ്ങൾ സൊസൈറ്റിയിലുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അവരുടെ സങ്കടം എക്സ്പ്രസ് ചെയ്യാൻ സൊസൈറ്റി അനുവാദം കൊടുത്തിട്ടില്ല. നീ ഒരാണായതുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളൊന്നും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. ഒരാൾ നിന്നെ ഒന്ന് തൊട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നീ ഒരാണല്ല, അതിന് നിനക്ക് അതൊക്കെ പെണ്ണുങ്ങളല്ലേ പേടിക്കേണ്ടത്, ആണുങ്ങൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ചെറുതിലെ സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു ക്ലൈൻറ്റ് സ്വന്തം പാരൻസിൻ്റെ അടുത്ത്, അച്ഛൻ്റെയും അമ്മയുടെയും അങ്കിളിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആണ് ഞാൻ തരുന്നത്, ഒരിക്കലും ഒരു റിയൽ എക്സാമ്പിൾ അല്ല തരുന്നത്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മോന് തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ അതൊന്നും കുഴപ്പമില്ല, നീ ഒരാണല്ലേ. നീ ഒരാണല്ലേ എന്ന് പറയുന്നതിൽ ഒരുപാട് ട്രാപ്പ് ഉണ്ട്. നീ ഒരാണല്ലേ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പല പല ഭാരങ്ങൾ നമ്മുടെ തലയിൽ വെച്ച് തരുന്ന ഒരു പരിപാടിയാണ്. കരയാൻ പാടില്ല, ഭാര്യ ജോലിക്ക് വിട്ടു കഴിഞ്ഞാൽ നാണക്കേടാണ്. പേട്രിയാർക്കി സ്ത്രീകൾക്ക് മാത്രമല്ല, പേട്രിയാർക്കി ഉണ്ട്. ആണുങ്ങളുടെ കീഴിൽ പെണ്ണുങ്ങൾ നിൽക്കണം എന്ന് ആക്ട്രസ് പ്രിയങ്കയെ പോലുള്ള ആൾക്കാർ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണുങ്ങൾ വലുതാവുമ്പോൾ വിത്ത് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റീസ് കംസ് വിത്ത് വിത്ത് ഗ്രേറ്റർ പവർ കംസ് വിത്ത് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഭാര്യ ജോലിക്ക് പോയാൽ പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഈ പേട്രിയാർക്കി സിസ്റ്റത്തിൽ ആണുങ്ങളും പെങ്ങന്മാർക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, പേരൻസിന്റെ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യാതെ ചെയ്യണം. സ്വന്തം കല്യാണം നോക്കണം, പെങ്ങടെ കല്യാണം നോക്കണം, പെങ്ങടെ വീടിന്റെ പാലുകാച്ചിൽ നോക്കണം, അളിയന്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഒരു മനുഷ്യന് സമാധാനം കിട്ടാത്ത ഒരു കംപ്ലീറ്റ് ജീവിതമായിരിക്കും. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനവൻ്റെ ശരീരത്തിൽ കൺസെന്റ് ഇല്ലാണ്ട് തൊടണത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ചെറിയൊരു ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു പെൺകുട്ടിക്ക് എത്രമാത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കും, അതുപോലെ തന്നെ നിങ്ങളൊരു ആൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്നതിൽ വളരെ ചെറുതിലെ സെക്ഷൽ അബ്യൂസ് നേരിട്ട ഏതെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആൺകുട്ടികളോ ആണുങ്ങളോ അതോ ഏത് പ്രായത്തിലുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് സമീപിക്കാം. കാരണം നിങ്ങളുടെ സെക്ഷൽ അബ്യൂസ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാം. ഇനി ആ വ്യക്തി മരിച്ചു പോയെങ്കിൽ അത് ആ വ്യക്തിയോട് നിങ്ങൾക്ക് ചിലപ്പോൾ അന്നൊന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്താന്ന് പോലും മനസ്സിലാവാത്ത പ്രായത്തിലായിരിക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ പെൺകുട്ടികളെ സംരക്ഷിക്കണ പോലെ എല്ലാ പേരൻസും നിങ്ങളുടെ ആൺകുട്ടികളെ സംരക്ഷിക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്യൂസ് എന്നുള്ളത് ജെൻഡർ ബേസ്ഡ് അല്ല, മനസമാധാനം എന്നുള്ളത് ജെൻഡർ ബേസ്ഡ് അല്ല. എല്ലാവർക്കും മനസമാധാനവും സന്തോഷവും പ്രൊട്ടക്ഷനും സ്വന്തം പേരൻസിൻ്റെ നിന്നും സ്കൂളിൽ നിന്നും ആവശ്യമാണ്. Dr. Gayatri Menon, Dr. Gayatri's Wellness Space.